ഹലോ മക്കളെ, എന്താ വിശേഷം? ഞാൻ ഇന്നിവിടെ എടുക്കാൻ പോകുന്നത് സ്റ്റാൻഡേർഡ് 4 4ാം ക്ലാസ്സിലെ ഇംഗ്ലീഷാണ് കേട്ടോ. അതിൽ യൂണിറ്റ് 4 ദ മാജിക് റിംഗ് ആണ് കേട്ടോ. അതിന് മുന്നേ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, നമുക്ക് എന്താണ് ഈ യൂണിറ്റ് 4 ദ മാജിക് റിംഗ് എന്നുള്ളത് നമുക്ക് നോക്കാം. മാജിക് റിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? മാജിക് എന്ന് പറഞ്ഞാൽ എന്താ? റിംഗ് അല്ലേ, എന്താ ഒരു മാന്ത്രിക മോതിരം അല്ലേ. ലുക്ക് അറ്റ് ദ പിക്ചർ ഗിവൺ ബിലോ. നിങ്ങൾ താഴെ നോക്കിയേ, എന്താണ് ഈ ചിത്രത്തിൽ നിങ്ങൾ കാണുന്നത്? എന്തൊക്കെ കാണുന്നുണ്ട്? ഇവിടെ എന്താ സീ ഉണ്ട് അല്ലേ, പിന്നെ സീഷോർ ഉണ്ട്, പിന്നെ എന്താ ഉള്ളത്? ട്രീസ് അല്ലേ, ട്രീസ് ഉണ്ട്, പിന്നെ ഹട്ട്സ് ഉണ്ട്, പിന്നെ എന്താ ബോട്ട്സ് ഉണ്ട്, എ ബേർഡ് സിറ്റിംഗ് ഓൺ ദ ബോട്ട് അല്ലേ, പിന്നെ എന്താണ് വുമൺ ഉണ്ട്, ഒരു മാൻ ഉണ്ട്, പിന്നെ അവർ വർക്ക് ചെയ്യാണ് അല്ലേ, ദേ ആർ വർക്കിംഗ് വിത്ത് നെറ്റ് അല്ലേ, പിന്നെ ബോയും ഉണ്ട് അല്ലേ, പിന്നെ ഫെൻസ് ഉണ്ട്. അങ്ങനെ സോ മെനി തിങ്സ് അല്ലേ. നിങ്ങൾക്ക് എന്തൊക്കെ കാണുന്നത് അതൊക്കെ നോക്കുക അല്ലേ. അതൊക്കെയാണ് ഇവിടെ വാട്ട് ഡു യു സീ ഇൻ ദ പിക്ചർ, പിക്ചറിൽ എന്താ കാണുന്നത് എന്നുള്ളത് ചോദിക്കുന്നത്. ഇനി നമുക്ക് നോക്കാം അറ്റ് ദ സീഷോർ. എന്താണ് സീഷോറിലുള്ളത് അല്ലേ, സീഷോറിൽ അല്ലേ, ദ മാജിക് റിംഗ് അറ്റ് ദ സീഷോർ. ഓക്കെ, വൺ മോർണിംഗ്, ഒരു ദിവസം രാവിലെ എബിൻ വെന്റ് ടു സീഷോർ വിത്ത് ഹിസ് വൈഫ്. എബിൻ എന്താക്കി, അവൻ്റെ അച്ഛൻ്റെ കൂട്ടത്തിൽ സീഷോറിലേക്ക് പോയി. ഓക്കെ, വെന്റ് എന്ന് പറഞ്ഞാൽ പോയി അല്ലേ, സീഷോർ എന്ന് പറഞ്ഞാൽ തീരം അല്ലേ, തീരത്തേക്ക് പോയി. എന്താ എന്തിൻ്റെ തീരം? ഈ കടൽ തീരത്തേക്ക് പോയി അല്ലേ. എബിൻ സിറ്റ് ഹിയർ, ഐ വിൽ ബി ബാക്ക് സൂൺ. എബിൻസ് ഫാദർ പറഞ്ഞില്ലേ, എബിൻ്റെ ഫാദർ പറഞ്ഞു, എബിൻ സിറ്റ് ഹിയർ, സിറ്റ് എന്ന് പറഞ്ഞാൽ ഇരിക്കും, നീ ഇവിടെ ഇരിക്കും. ഐ വിൽ ബി ബാക്ക് സൂൺ, ഞാൻ വേഗം വരുന്നതായിരിക്കും, നീ ഇവിടെ ഇരിക്കുന്നു പറഞ്ഞില്ലേ. എബിൻസ് ഫാദർ സെയിൽഡ് എവേ ഇൻ എ സ്മോൾ ബോട്ട് ഫോർ ഫിഷിംഗ്. എന്താണ് സ്മോൾ ബോട്ടിൽ എന്താക്കി, അവൻ്റെ അച്ഛന് ഫിഷിങ്ങിന് വേണ്ടി, മീൻ പിടിക്കാൻ വേണ്ടിയിട്ട് കടലിലേക്ക് ഇറങ്ങി. എബിൻ സാറ്റ് ഓൺ ദ ഷോർ വെയിറ്റിംഗ് ഫോർ ഹിസ് ഫാദർ. എബിൻ എന്താക്കി, അവിടെ ഇരുന്നു. സിറ്റിന്റെ പാസ്റ്റ് ആട്ടോ സാറ്റ്. അപ്പൊ സാറ്റ് ഇരുന്നു, ഓൺ ദ ഷോർ, ഷോറിൽ തീരത്തിരുന്നു അല്ലേ. വെയിറ്റിംഗ് ഫോർ ഹിസ് ഫാദർ, എന്താണ് അവൻ്റെ അച്ഛന് വേണ്ടി അവൻ വെയിറ്റിംഗിലാണ് അല്ലേ, അവൻ കാത്തിരിക്കുകയാണ് അല്ലേ. ഫോർ എന്ന് പറഞ്ഞാൽ വേണ്ടി, ഹിസ് ഫാദർ അച്ഛന് വേണ്ടി അവൻ കാത്തിരിക്കുകയാണ്. എബിൻ ലുക്ക്ഡ് അറ്റ് ദ ബ്ലൂ സീ. എബിൻ എന്താക്കി, ബ്ലൂ സീയിലേക്ക് ഇങ്ങനെ നോക്കി അല്ലേ. ഹി ട്രൈ ടു കൗണ്ട് ദ ബോട്ട്സ്. എന്താ കടലിലേക്ക് നോക്കിയിട്ട് അവൻ എന്താക്കി, ബോട്ട്സുകളൊക്കെ കൗണ്ട് ചെയ്യാണ് അല്ലേ, കൗണ്ട് ചെയ്യാൻ ശ്രമിക്കുക, എണ്ണാൻ ശ്രമിക്കുകയാണ് അല്ലേ. ട്രൈ ടു കൗണ്ട് ദ ബോട്ട്സ് അല്ലേ, അവന് ആ ബോട്ട്സിനെയൊക്കെ എണ്ണാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലേ. There were many, എന്താണ് ഒരുപാടുണ്ട് അല്ലേ. ഹി ബിഗാൻ ടു ഡിഗ് എ സ്മോൾ പിറ്റ് ഇൻ ദ സാൻഡ്. എന്താണ് പിന്നെ അത് കഴിഞ്ഞപ്പോൾ അവൻ എന്താക്കി സാൻഡിൽ, മണലിൽ എന്താക്കി, എന്താണ് സീഷോറിൽ ഒരുപാട് മണലാണ് അല്ലേ, ഫുള്ള് മണലാണ് അല്ലേ. അപ്പം മണലിൽ എന്താക്കി ഒരു കുഴി കുഴിക്കാൻ തുടങ്ങി അല്ലേ. വേവ്സ് കം ആൻഡ് ഫിൽഡ് ഇറ്റ് വിത്ത് വാട്ടർ. വേവ്സ് എന്ന് പറഞ്ഞാൽ എന്താ, തിരമാല അല്ലേ. ഈ തിരമാലകളൊക്കെ വന്നിട്ട് എന്താക്കുക, ആ കുഴിയിലേക്ക് വെള്ളം വന്ന് നിറയ്ക്കും അല്ലേ. ഫിൽഡ് ഇറ്റ് വിത്ത് വാട്ടർ, വെള്ളം നിറയ്ക്കാൻ തുടങ്ങി. ഹവേഴ്സ് പാസ്ഡ് എന്താ മണിക്കൂറുകൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ. ദ ഫിഷിംഗ് ബോട്ട്സ് വെർ കമ്മിങ് ബാക്ക് അല്ലേ. ഫിഷിംഗ് ബോട്ട്സുകളൊക്കെ തിരിച്ചു വരാൻ തുടങ്ങി അല്ലേ, അവരൊക്കെ തിരിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ് അല്ലേ. ഹി സോ ക്രോസ് ആൻഡ് കൈറ്റ്സ് ഫ്ലൈയിങ് ക്ലോസ് ടു ദ ബോട്ട്സ് അല്ലേ. അവരെന്ത് കണ്ടു, ക്രോസിനെയും കൈറ്റ്സിനെയും അല്ലേ, കാക്കകളെയും പരുന്തുകളൊക്കെ എന്താണ് പറക്കുകയാണ്. ഫ്ലൈയിങ് ക്ലോസ് ടു ദ ബോട്ട്സ്, ബോട്ട്സിൻ്റെ അടുത്ത് കൂടെ പറക്കുകയാണ് അല്ലേ. അപ്പോൾ എന്താ അവരടുത്ത് കൂടെ പറക്കാൻ കാരണം എന്തായിരിക്കും? യെസ്, എന്താണ് മീനുകൾ ഉണ്ടായിരിക്കില്ല അതിലൊക്കെ. ദ ബോട്ട്സ് റീച്ച്ഡ് ദ ഷോർ. എന്താണ് ആ ബോട്ട്സ് എന്താക്കി, ഷോറിലേക്ക് തിരിച്ചെത്തി അല്ലേ, തീരത്തേക്ക് എത്തിച്ചേർന്നു അല്ലേ. ആൻഡ് ദ ഫിഷർമെൻ ഫിൽഡ് ദെയർ ബാസ്ക്കറ്റ് വിത്ത് ഫിഷ്. എന്താണ് ഈ ഫിഷർമാനൊക്കെ എന്താക്കി, അവരുടെ ബാസ്ക്കറ്റിൽ ഫുള്ള് ഫിഷായിട്ട് നിറച്ച് വെച്ചിരിക്കുകയാണ് അല്ലേ, നിറച്ചിട്ടുണ്ട് അല്ലേ. വെൻ വിൽ മൈ ഫാദർ കം ബാക്ക്, എബിൻ വണ്ടേർഡ്. അപ്പോൾ എബിൻ അവിടെ അച്ഛനെ കാത്തു നിൽക്കുകയാണ് അല്ലേ. അപ്പോൾ എന്താണ്, അവൻ്റെ അച്ഛൻ എത്തിയിട്ടില്ല. അപ്പം എൻ്റെ അച്ഛൻ എപ്പോഴേക്കും വരിക എന്നുള്ളതിൽ അവനങ്ങനെ വെയിറ്റ് ചെയ്തല്ലേ. വെൻ എന്ന് പറഞ്ഞാൽ എപ്പോൾ. ഓക്കെ, വെൻ വിൽ മൈ ഫാദർ കം ബാക്ക്, എൻ്റെ അച്ഛൻ എപ്പോൾ വരും, എബിൻ വണ്ടേർഡ് അല്ലേ. അടുത്ത ഇവിടെ ഒരു ചോദ്യമാണ്, അത് നിങ്ങൾക്കുള്ള ചോദ്യമാണ്. ഹാവ് യു എവർ ബീൻ ടു ദ സീഷോർ? നിങ്ങൾ എപ്പോഴെങ്കിലും സീഷോറിലേക്ക് പോയിട്ടുണ്ടോ? ഉണ്ടോ? യെസ് എങ്കിൽ യെസ്, ഐ ഹാവ് ബീൻ ടു ദ സീഷോർ അല്ലേ, ഐ ഹാവ് ബീൻ ടു ദ സീഷോർ. ഡിസ്ക്രൈബ് എനി ഓഫ് യുവർ വിസിറ്റ്സ് ടു ദ സീഷോർ. ഇനി എന്താണ്, നിങ്ങൾ ഏതെങ്കിലും വിസിറ്റ്, അതായത് സീഷോറിലേക്കുള്ള ഏതെങ്കിലും ഒരു ഏതെങ്കിലും ദിവസം നിങ്ങൾ പോയിട്ടുണ്ടെങ്കിൽ ആ പോയ ദിവസത്തിൻ്റെ ആ വിസിറ്റിനെ കുറിച്ചിട്ട് നിങ്ങളൊന്ന് ഡിസ്ക്രൈബ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഇനി അടുത്തത് എന്താണ്, എ ബ്യൂട്ടിഫുൾ ഫിഷ്. എന്താണ് അതിന് ഭംഗിയുള്ള ഫിഷ് അല്ലേ, എന്താണെന്ന് നോക്കാം നമുക്ക്. എബിൻ ലുക്ക്ഡ് അറ്റ് ദ ബ്ലൂ സീ. എബിൻ ഇങ്ങനെ ബ്ലൂ സീയിലേക്ക് ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ് അല്ലേ.
എ സ്മോൾ ബോട്ട് കെയിം റൈഡിങ് ഓൺ എ ബിഗ് വേവ് അല്ലേ, ഒരു സ്മോൾ ബോട്ട് ഇങ്ങനെ വരുന്നുണ്ട് അല്ലേ, ഈ ബിഗ് വേവ് അല്ലേ, വലിയ തിരമാലകളിലൂടെ ഇങ്ങനെ റൈഡ് ചെയ്തുകൊണ്ട് ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് അല്ലേ, ഒരു സ്മോൾ ബോട്ട്. ഇറ്റ്സ് മൈ ഫാദേഴ്സ് ബോട്ട്. എബിൻ ചെമ്പടി വിത്ത് ജോയ് അല്ലേ, ഇതിൻ്റെ അച്ഛൻ്റെ ബോട്ടാണ് എന്ന് പറഞ്ഞ് എബിന് സന്തോഷം കൊണ്ട് തുള്ളിച്ചാടി അല്ലേ. ദ ബോട്ട് കെയിം എഷോർ. ബോട്ട് എന്താക്കി, തീരത്തേക്ക് വന്നു അല്ലേ. എബിൻ റാൻ ടുവാർഡ്സ് ദ ബോട്ട്. എബിൻ എന്താക്കി, ബോട്ടിൻ്റെ അടുത്തേക്ക് ഓടി അല്ലേ, ബോട്ടിൻ്റെ അടുത്തേക്ക് അങ്ങോട്ട് ഓടി. ദർ വാസ് എ ബിഗ് ഫിഷ് ഇൻ ദ ബോട്ട് അല്ലേ, അതെന്താണ് വലിയ ബോട്ടിൽ എന്താ വലിയൊരു ബിഗ് ഫിഷ് ഉണ്ട് അല്ലേ, വലിയ ഫിഷ് ഉണ്ട് അല്ലേ അതിൽ. വാട്ട് എ ഹ്യൂജ് ഫിഷ്, ഹൗ ബ്യൂട്ടിഫുൾ. എന്തൊരു വലിയ ഫിഷാണ്, എന്തൊരു ഭംഗിയാണ്. എബിൻ ട്രൈ ടു ലിഫ്റ്റ് ദ ഫിഷ് വിത്ത് ബോത്ത് ഹിസ് ഹാൻഡ്സ്. എബിൻ എന്താക്കി, ആ ഫിഷിനെ അവൻ്റെ 2 കൈകളിനെ കൊണ്ട് ലിഫ്റ്റ് പൊന്തിക്കാൻ നോക്കി, ശ്രമിച്ചു നോക്കി അല്ലേ. വി വിൽ ടേക്ക് ദിസ് ഫിഷ് ടു ദ മാർക്കറ്റ്, വി വിൽ സെൽ ഇറ്റ് ഫോർ എ ഗുഡ് പ്രൈസ്. എന്താണ്, വി വിൽ ടേക്ക് ദിസ് ഫിഷ് ടു ദ മാർക്കറ്റ്, നമുക്ക് എന്താക്കണം, ഇതിനെ മാർക്കറ്റ് കൊണ്ടുപോകണം എന്ന് പറഞ്ഞില്ലേ. ടേക്ക് ദിസ് ഫിഷ് ടു ദ മാർക്കറ്റിലേക്ക് കൊണ്ടുപോകുക, എന്നിട്ട് എന്താക്കുക, വി വിൽ സെൽ, നമുക്കിത് വിൽക്കും അല്ലേ, ഇറ്റ് ഫോർ എ ഗുഡ് പ്രൈസ്, നല്ല വിലക്ക് ഇതിനെ വിൽക്കണം എന്ന് പറഞ്ഞില്ലേ, ഇതിനെ വിൽക്കുക എന്ന് പറഞ്ഞില്ലേ. അപ്പോൾ ഫാദർ സൈഡ് വിത്ത് എ ബ്രോഡ് സ്മൈൽ അല്ലേ, അച്ഛൻ എന്താക്കി, അവനോട് ചിരിച്ചുകൊണ്ട് പറഞ്ഞില്ലേ. വെയിറ്റ് ഹിയർ, ഐ വിൽ ഗോ ആൻഡ് ഗെറ്റ് ബാസ്ക്കറ്റ്. ഫാദർ സെഡ് ആൻഡ് വാക്ക്ഡ് അവേ അല്ലേ. അപ്പോൾ അച്ഛൻ പറഞ്ഞത്, നീ ഇവിടെ കാത്തു നിൽക്കുക, ഞാൻ എപ്പോൾ വരാം, ബാസ്ക്കറ്റും കൊണ്ട് ഞാൻ എപ്പോൾ വരാമെന്ന് പറഞ്ഞില്ലേ. വെയിറ്റ് ഹിയർ ഐ വിൽ ഗോ, ഞാൻ പോയിട്ട് ബാസ്ക്കറ്റ് എടുത്ത് ഇങ്ങോട്ട് വരാമെന്ന് പറഞ്ഞു, ഇവിടെ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞ്. എന്നിട്ട് അച്ഛൻ പറഞ്ഞിട്ട് നടന്നു പോയി. വാട്ട് വാസ് എബിൻസ് ഫാദേഴ്സ് പ്ലാൻ, എന്തായിരുന്നു എബിൻ്റെ അച്ഛൻ്റെ പ്ലാന്? എന്താണ്, ഈ ഫിഷിനെ കൊണ്ടുപോയിട്ട് മാർക്കറ്റ് കൊണ്ടുപോകുക അല്ലേ. ടേക്ക് ദിസ് ഫിഷ് ഇൻ ടു ദ മാർക്കറ്റ് ആൻഡ് സെൽ ഇറ്റ് അല്ലേ ഫോർ എ ഗുഡ് പ്രൈസ്. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്, വൈ ഡിഡ് ഫാദർ വാക്ക് അവേ ലീവിങ് ദ ഫിഷ് വിത്ത് എബിൻ. എന്തുകൊണ്ടാണ് ഫാദർ നടന്നു പോയത്, എബിൻ്റെ അടുത്ത് ഫിഷിനാക്കിയിട്ട് എന്തിനാണ് അച്ഛൻ നടന്നു പോയത്? അച്ഛൻ പോയത് എന്തിനാണ്? ബിക്കോസ് ഫോർ ടു ഗെറ്റ് എ ബാസ്ക്കറ്റ് അല്ലേ, ബിക്കോസ് ടു ഗെറ്റ് എ ബാസ്ക്കറ്റ്. ഓക്കെ, നെക്സ്റ്റ് എ റിലീഫ്. എന്താണ് റിലീഫ്? എന്താ റിലീഫ് തന്നെ, ആശ്വാസം അല്ലേ. എബിൻ ലുക്ക്ഡ് അറ്റ് ദ ഫിഷ്. അപ്പോൾ എബിൻ എന്താക്കി, ഫിഷിനെ എങ്ങനെ നോക്കിയിരുന്നു അല്ലേ. ഹി ഹാഡ് നെവർ സീൻ സച്ച് എ ഹ്യൂജ് ഫിഷ് അലൈവ്. അവൻ്റെ ജീവിതത്തിൽ ഒരിക്കലും അതിനെ കണ്ടിട്ടില്ലായിരുന്നു അവൻ അങ്ങനത്തെ ഒരു ഫിഷിനെ അല്ലേ. ഇറ്റ് സിൽവർ ബെല്ലി ഗ്ലീംഡ് ഇൻ ദ സൺ. എന്താണ്, അതിൻ്റെ സിൽവർ കളറായിട്ടുള്ള അതിൻ്റെ ബെല്ലി എന്ന് പറഞ്ഞാൽ വയറില്ലേ, എന്താണ് സണ്ണിൽ സൂര്യപ്രകാശത്തിൽ ഇങ്ങനെ തിളങ്ങുന്നുണ്ട് അല്ലേ. ഇറ്റ്സ് ഫിൻസ് ആൻഡ് ടെയിൽസ് വെർ ബ്ലൂ. അതിൻ്റെ എന്താണ് ഫിൻസും അതിൻ്റെ വാലും ഒക്കെ എന്താ ബ്ലൂ കളറിലാണ് അല്ലേ. ഇറ്റ് ഓപ്പൺ ഇറ്റ്സ് മൗത്ത് അറ്റ് റെഗുലർ ഇൻ്റർവെൽസ്. അതെന്താണ്, ഓരോ അതിൻ്റെ വായ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഓരോ ടൈമും ഇങ്ങനെ കൂടുമ്പോൾ ഇങ്ങനെ വാ ഇങ്ങനെ തുറക്കുന്നുണ്ട് അല്ലേ. മീനുകൾ ഫിഷുകളൊക്കെ എന്താണ് വെള്ളത്തിലാണ് നിൽക്കേണ്ടത് അല്ലേ. അപ്പോൾ വെള്ളത്തിൽ നിന്ന് എടുത്തല്ലോ, അപ്പോൾ ഈ ശ്വാസം കിട്ടാതെയാണ് അത് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ആ വാ തുറക്കണേ അല്ലേ. ഇറ്റ് ട്വിസ്റ്റഡ് ആൻഡ് ടേൺഡ്. എന്താണ്, ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞും മറിഞ്ഞും കളിക്കുന്നുണ്ട് അല്ലേ, ജീവന് വേണ്ടി പിടയ്ക്കുകയാണ് അല്ലേ. എബിൻ ഹെൽഡ് ഇറ്റ് ടൈറ്റ്. എബിൻ എന്താക്കി, അതിനെ ടൈറ്റാക്കി അങ്ങോട്ട് പിടിച്ചില്ലേ. ദ ഫിഷ് ലുക്ക്ഡ് ഹെൽപ്ലെസ്ലി അറ്റ് എബിൻ വിത്ത് ഇറ്റ്സ് പിങ്ക് ഐസ്. ഫിഷ് എന്താക്കി, ആരും സഹായിക്കാനില്ലാത്ത രീതിയിൽ എബിനെ എങ്ങനെ നോക്കി അവൻ്റെ പിങ്ക് ഐസിനോട് അല്ലേ, പിങ്ക് കളറുള്ള ഐസിനോട് ഈ ഫിഷ് എന്താക്കി, മീന് എബിനെ എങ്ങനെ ഹെൽപ്ലെസ് ആയി നോക്കിയിരുന്നു അല്ലേ. ഇറ്റ് വാസ് ഗാസ്പിംഗ് ഫോർ എ ബ്രീത്ത്. അതെന്താണ്, ഈ ശ്വാസത്തിന് വേണ്ടി ഭയങ്കരമായിട്ട് കഷ്ടപ്പെടുകയാണ് അല്ലേ. അപ്പോൾ ഇവനെന്താ, എബിൻ്റെ തോട്ട് എന്താണ്, പുവർ ഫിഷ്, ഐ വിൽ ലെറ്റ് ഇറ്റ് ഗോ ബാക്ക് ടു ദ സീ. പാവം ഉണ്ടാവും അല്ലേ, ഞാനിതിന് എന്താക്കണം, സീയിലേക്ക് തിരിച്ചു വിടുക എന്നുള്ളതിൽ അവനെന്താക്കി ഇങ്ങനെ മനസ്സ് കരുതി അല്ലേ. പുവർ ഫിഷ്, ഇറ്റ് വിൽ ഡൈ സൂൺ. എബിൻ ഫെൽറ്റ് സാഡ്. അപ്പോൾ അതിനെ കണ്ടപ്പോൾ ഇവൻ എന്താക്കി, പാവം ഉണ്ടാവും, ഇത് ചത്തു പോവല്ലോ എന്നുള്ളതിൽ ഭയങ്കര വിഷമം തോന്നി അല്ലേ. ഹി വാക്ക്ഡ് ടുവാർഡ്സ് ദ സീ. അവൻ എന്താക്കി, ആ സീയിലേക്ക് നടന്നു പോയി, അതിനെയും കൊണ്ടിട്ട് നടന്നു. എ ഹ്യൂജ് വേവ് സ്വെപ്റ്റ് അഗെയിൻസ്റ്റ് എബിൻസ് ഫീറ്റ്. എന്തായാലും വലിയ തിരമാല എന്താക്കി വന്നിട്ട് എബിൻ്റെ കാലിൻ്റെ അടുത്തേക്ക് വന്നു അല്ലേ. സഡൻലി എബിൻ ലെറ്റ് ദ ഫിഷ് ഇൻ ടു ദ സീ. പെട്ടെന്ന് എബിൻ എന്താക്കി, ആ മീൻ ആ കടലിലേക്ക് അങ്ങോട്ടിട്ട് അല്ലേ. ദ ഫിഷ് ഹാപ്പിലി ഗ്ലിഡഡ് ത്രൂ ദ വേവ്സ്.
അപ്പോൾ എന്താക്കി ഫിഷിന് ഭയങ്കര സന്തോഷമായി. അതെന്താക്കി ഈ വേവ്സിലൂടെ ഇങ്ങനെ നല്ല നീന്തി അങ്ങോട്ട് ഇതായി അല്ലേ. ഇറ്റ് വെൻ ഡൗൺ ഇൻ ദ ഡീപ് ബ്ലൂ സീ ആൻഡ് ഡിസപ്പിയർഡ്. ഇതെന്താക്കി എന്നിട്ട് ഈ ബ്ലൂ സീയിലേക്ക് ഡീപ്പിലേക്ക് ആഴത്തിലേക്ക് ബ്ലൂ സീ അതായത് കടലിൻ്റെ ആഴത്തിലേക്ക് അതങ്ങ് പോയി അല്ലേ. ആൻഡ് ഡിസപ്പിയർഡ് ഇങ്ങോട്ട് പിന്നെ അത് എന്തായി മറിഞ്ഞു പോയി. വൈ ഡിഡ് എബിൻ ലെറ്റ് ദ ഫിഷ് ഗോ? എന്തുകൊണ്ടാണ് എബിന് ഫിഷിനെ തുറന്നു വിട്ടത്? എബിൻ ലെറ്റ് ദ ഫിഷ് ഗോ എന്തിനാ? ബിക്കോസ് എന്താണ് അത് അവന് പാവം തോന്നി അല്ലേ. ഫെൽറ്റ് സാഡ് അല്ലേ. ഹൗ വിൽ ഫാദർ റിയാക്ട്? എങ്ങനെയൊക്കെ ഇനി അവൻ്റെ അച്ഛൻ അതിനെ റിയാക്ട് ചെയ്യുക? എങ്ങനെയായിരിക്കും മക്കളെ നോക്കാം നമുക്ക്. ദ ഫ്യൂരിയസ് ഫാദർ. എന്താണ് ഫ്യൂരിയസ് ഫാദർ എന്ന് പറഞ്ഞാല്? രോഷാകുലനായ അച്ഛൻ അല്ലേ. എന്താണ് ദേഷ്യം പിടിച്ച അച്ഛൻ അല്ലേ. ഫാദർ കെയിം ബാക്ക് വിത്ത് എ ബിഗ് ബാസ്ക്കറ്റ്. അച്ഛൻ എന്താക്കി വലിയ ബാസ്ക്കറ്റും കൊണ്ട് തിരിച്ചു വന്നു അല്ലേ. തിരിച്ചു വന്നു. വേർ ഇസ് ദ ഫിഷ് ഹി ആസ്ക്ഡ്. വേർ എന്ന് പറഞ്ഞാൽ എവിടെ എവിടെ ഫിഷ് എന്ന് ചോദിച്ചു അല്ലേ. ഐ ലെറ്റ് ഇറ്റ് ഗോ. ഞാൻ അതിനെ പറഞ്ഞു അതിനെ പോകാൻ അനുവദിച്ചു എന്ന് പറഞ്ഞില്ലേ. വാട്ട് എന്തെന്ന് ചോദിച്ചു. ആർ യു ക്രേസി? നിനക്ക് എന്താ ഭ്രാന്ത് ഉണ്ടോന്ന് ചോദിച്ചു. ഫാദർ റേസ്ഡ് ഹിസ് വോയിസ്. അച്ഛൻ എന്താക്കി അച്ഛൻ വോയിസ് ഉയർത്തി ചോദിച്ചിട്ട് നിനക്ക് എന്താ ഭ്രാന്ത് ഉണ്ടോന്ന് ചോദിച്ചു. പ്ലീസ് ഫാദർ ലെറ്റ് ഇറ്റ് ഗോ എബിൻ സൈഡ്. അപ്പോൾ എന്താണ് പ്ലീസ് ഫാദർ അത് പൊയ്ക്കോട്ടെ എന്ന് പറഞ്ഞില്ലേ. ഫാദർ വാസ് ഫ്യൂരിയസ്. അച്ഛൻ ദേഷ്യം പിടിച്ചില്ലേ. കോപാകുലനായി ദേഷ്യം പിടിച്ച്. ഗെറ്റ് ഔട്ട് ഓഫ് മൈ സൈറ്റ്. ഐ ഡോണ്ട് വാണ്ട് ടു സെറ്റ് മൈ ഐസ് ഓൺ യു എനിമോർ ഹി ഷൗട്ടഡ്. എന്താണ് അച്ഛന് ദേഷ്യം പിടിച്ചില്ല. കഷ്ടപ്പെട്ട് കടലിൽ പോയിട്ട് കുറേ മണിക്കൂറുകളോളം എടുത്ത് അതിനെ പിടിച്ചുകൊണ്ട് കൊണ്ടുവന്നാണല്ലേ. അതിനെ ഇവന് എന്താണ് എബിനെ അതിനെ പറഞ്ഞു വിട്ടതിന് അച്ഛന് ദേഷ്യം വന്നില്ലേ. എന്താണ് ഗെറ്റ് ഔട്ട് ഓഫ് മൈ സൈറ്റ്. എൻ്റെ കാഴ്ച മുന്നിൽ നിന്ന് പൊയ്ക്കോ. എൻ്റെ മുന്നിൽ നിന്ന് പൊയ്ക്കോ. ഐ ഡോണ്ട് വാണ്ട് ടു സെറ്റ് മൈ ഐസ്. എന്താണ് ഇനി എന്താണ് എൻ്റെ കണ്ണിൻ്റെ മുന്നിൽ നീ ഉണ്ടാവരുത്. ഓൺ യു ഇനി മുറിഞ്ഞ് എൻ്റെ മുന്നിൽ നീ ഉണ്ടാവുകയോ ചെയ്യരുത്. ഹി ഷൗട്ടഡ്. അച്ഛൻ എന്താക്കി ഒച്ച ഉയർത്തി അല്ലേ. അച്ഛന് അങ്ങനെ പറഞ്ഞു. വാട്ട് വിൽ എബിൻ ഡു നൗ? ഇനി എന്തൊക്കെ എബിൻ ചെയ്യുക? വേർ വിൽ ഹി ഗോ? അവൻ എവിടെ പോകും? വാട്ട് വുഡ് യു ഡു ഇഫ് യു വേർ ഇൻ എബിൻസ് പ്ലേസ്? നിങ്ങൾ എന്തായിരിക്കും ചെയ്യുക? എബിൻ്റെ പ്ലേസ് എബിൻ്റെ സ്ഥാനത്താണ് നിങ്ങളെങ്കിൽ നിങ്ങൾ എന്തായിരിക്കും ചെയ്യുക? ഗ്രാറ്റിറ്റ്യൂഡ്. എന്താണ് ഗ്രാറ്റിറ്റ്യൂഡ്? പ്രത്യുപകാരം അല്ലേ. ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ പ്രത്യുപകാരമാണ് അല്ലേ. അപ്പം പ്രത്യുപകാരം എന്ന് പറഞ്ഞാൽ എന്താ പറയുക, ഒരാൾക്ക് നന്ദി ചെയ്താൽ ഒരു ഉപകാരം ചെയ്താൽ എന്താണ് തിരിച്ചുപകാരം ചെയ്യുക അല്ലേ. അപ്പം എന്താണ് നോക്കുക ഗ്രാറ്റിറ്റ്യൂഡ്. വാട്ട് ഷാൾ ഐ ഡു നൗ? ഇനി ഞാൻ എന്താ ചെയ്യുക? എബിൻ ഹാഡ് നോ ഐഡിയ. എബിൻ ഒരു ഐഡിയ അല്ല. ഇനിയിപ്പോൾ എന്താ ഞാൻ ചെയ്യുക? ഹി സാറ്റ് ഓൺ ദ ഷോർ ലുക്കിംഗ് അറ്റ് ദ ബോട്ട് സെയിലിംഗ് എവേ. അവൻ എന്താക്കി ഷോറിൽ ഇങ്ങനെ ഇരുന്നു. ബോട്ടുകളൊക്കെ അതിലിങ്ങനെ പോവുമല്ലേ. ബോട്ടുകളൊക്കെ നോക്കി അവൻ ഇങ്ങനെ ഷോറിൽ ഇങ്ങനെ ഇരുന്ന്. താങ്ക് യു ഫോർ സേവിങ് മൈ ലൈഫ്. താങ്ക് യു ഫോർ സേവിങ് മൈ ലൈഫ്. ഹി ഹേർഡ് എ വോയിസ് ഫ്രം ദ സീ. അപ്പോൾ അവരെന്താക്കി ഒരു വാക്ക് കേട്ട്. എവിടുന്നാ കേട്ടത്? സീന്നില്ലേ, കടലിൽ നിന്ന് ഒരു വാക്ക് കേട്ട്. എന്താണ് ഒരു വോയിസ് കേട്ട്. എന്താണ് എന്നെ രക്ഷിച്ചതിന് നന്ദിയുണ്ട് എന്ന് പറഞ്ഞിട്ട് അല്ലേ. താങ്ക് യു ഫോർ സേവിങ് മൈ ലൈഫ്. താങ്ക് യു നന്ദി അല്ലേ. ഫോർ സേവിങ് മൈ ലൈഫിൻ്റെ ലൈഫിൽ രക്ഷിച്ചതിന് എനിക്ക് നന്ദിയുണ്ട് എന്ന് എന്താക്കി സീന്ന് ഒരു വോയിസ് കേട്ടില്ലേ. ഹു ഇസ് ദാറ്റ്? ആരാണത്? എബിൻ ലുക്ക്ഡ് അറൗണ്ട് ഇൻ സർപ്രൈസ്. എബിൻ എന്താക്കി സർപ്രൈസോട് അത്ഭുതത്തോട് കൂടി എന്താക്കി അവനെ ചുറ്റും നോക്കിയില്ലേ. അപ്പോൾ നമ്മളാണെങ്കിലും അങ്ങനെ നോക്കി പോകില്ലേ. പെട്ടെന്നൊരിത് കേൾക്കുമ്പോൾ എന്താന്നുള്ളത് നമ്മൾ നോക്കൂല്ലേ. അപ്പോൾ എബിൻ കുഡ് നോട്ട് ബിലീവ് ഹിസ് ഐസ്. എബിന് എന്താണ് അവൻ്റെ കണ്ണുകളെ വിശ്വസിക്കാൻ കഴിഞ്ഞില്ല അല്ലേ. കുഡ് എന്ന് പറഞ്ഞാൽ കഴിഞ്ഞു എന്നുള്ള അർത്ഥമാണ്. കുഡ് നോട്ട് പറഞ്ഞാൽ കഴിഞ്ഞില്ല. ഓക്കെ. എബിൻ കുഡ് നോട്ട് ബിലീവ് ഹിസ് ഐസ് അല്ലേ. അവന് എന്താണ് അവൻ്റെ കണ്ണുകളെ വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. ക്യാൻ എ ഫിഷ് സ്പീക്ക്? ഒരു ഫിഷിന് സ്പീക്ക് ചെയ്യാൻ കഴിയുമോ? സംസാരിക്കാൻ കഴിയുമോ? ഹി സ്റ്റുഡ് ഓൺ ദ ഷോർ ലൈക്ക് എ സ്റ്റാച്യു. അവരെന്താക്കി ആ ഷോറിൽ ഇങ്ങനെ സ്റ്റാച്യു പോലെ ഇങ്ങനെ നിന്നുപോയി. ഹി സ്റ്റുഡ് അല്ലേ. അവന് ആ സ്റ്റാച്യു പോലെ ഇങ്ങനെ നിന്ന് എന്താണ് ഒരു പ്രതിഭ പോലെ അവിടെ നിന്നുപോയി അല്ലേ ആ ഷോറിൽ. ഡിയർ ബോയ്, ഐ വിൽ നെവർ ഫോർഗെറ്റ് യുവർ കൈൻഡ്നെസ്, ദ ഫിഷ് സെഡ്. അപ്പോൾ എന്താണ് പറയാണ് അല്ലേ. ഡിയർ ബോയ്, ഞാൻ ഒരിക്കലും നിൻ്റെ ഈ കൈൻഡ്നെസ് ഞാൻ ഒരിക്കലും മറക്കൂല. ഫോർഗെറ്റ് പറഞ്ഞാൽ മറക്കുക അല്ലേ. നെവർ ഫോർഗെറ്റ് എന്ന് പറഞ്ഞാൽ മറക്കില്ല, ഒരിക്കലും ഞാൻ മറക്കില്ല. ദ ഫിഷ് സെഡ്. ഫിഷ് പറഞ്ഞല്ലേ. ടേക്ക് ദിസ് ഈസ് എ മാജിക് റിംഗ്. റബ് ഇറ്റ് ആൻഡ് സീ വാട്ട് ഇറ്റ് ക്യാൻ ഡു. അപ്പോൾ പറയാണ് അല്ലേ. ടേക്ക് ദിസ്, ഇത് എടുത്തോളൂ, ഇതൊരു മാജിക് റിംഗ് ആണ്. ഇതിനെ ഒന്ന് റബ്ബ് ചെയ്താൽ ഒന്ന് ഉരച്ചാൽ വാട്ട് ഇറ്റ് ക്യാൻ ഡു എന്താണ്
അപ്പോൾ എന്താണ് നിനക്ക് കാണാൻ കഴിയും, എന്ത് വേണമെങ്കിലും നിനക്ക് കാണാൻ കഴിയും, അതായത് എന്ത് വേണമെങ്കിലും ചെയ്യാൻ കഴിയും എന്ന് പറഞ്ഞില്ലേ, എന്താണോ വേണ്ടത് അത് ചെയ്യാൻ കഴിയും എന്ന് പറഞ്ഞില്ലേ. യൂസ് ദിസ് ഓൺലി വെൻ യു ആർ ഇൻ നീഡ്. ഇത് എപ്പോഴാണ് ഉപയോഗിക്കേണ്ടത്, നിനക്ക് ആവശ്യം വരുമ്പോൾ മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ എന്ന് പറഞ്ഞില്ലേ. ഇത് റബ്ബ് ചെയ്താൽ മതി, അപ്പോൾ എന്താണ് നിനക്ക് വേണ്ടത് അത് ചെയ്യുമെന്ന് പറഞ്ഞില്ലേ. ദ ഫിഷ് കെയിം നിയർ എബിൻ ആൻഡ് ഓപ്പൺ ഇറ്റ്സ് മൗത്ത്. ഫിഷ് എന്താക്കി, എബിൻ്റെ അടുത്തേക്ക് വന്നിട്ട് അവൻ്റെ എന്താണ് മുന്നിൽ വന്ന് അല്ലേ, എന്നിട്ട് എന്താക്കി അതിൻ്റെ വായ ഓപ്പൺ ചെയ്തു അല്ലേ, മൗത്ത് ഓപ്പൺ ചെയ്തു. ദർ വാസ് എ ബ്യൂട്ടിഫുൾ റിങ് ഇൻ ഇറ്റ്സ് മൗത്ത്. എന്താണത്, അതിലുള്ള ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള റിങ് ആണ് അതിൻ്റെ മൗത്തിലുള്ളത് അല്ലേ, അതിൻ്റെ വായിലുള്ളത്. എബിൻ ടുക്ക് ദ റിങ് ആൻഡ് ദ ഫിഷ് സ്വാം ബാക്ക് ടു ദ സീ. എബിൻ എന്താക്കി ആ റിങ് ഇങ്ങോട്ട് എടുത്തിട്ട് എന്താക്കി റിങ് ഇങ്ങോട്ട് എടുത്തു. അപ്പം എന്താക്കി ഫിഷ് സീയിലേക്ക് തന്നെ തിരിച്ച് നീന്തിപ്പോയി. വാട്ട് വിൽ എബിൻ ഡു വിത്ത് എ മാജിക് റിങ്? ഇനി എന്തായിരിക്കും എബിൻ ആ മാജിക് റിങ്ങിനോട് ചെയ്യുക? ഇഫ് യു ഗോട്ട് എ മാജിക് റിങ് വാട്ട് വുഡ് യു ഡു? നിങ്ങൾക്കിപ്പോൾ ഒരു മാജിക് റിങ് കിട്ടുകയാണെങ്കിൽ എന്താ നിങ്ങൾ ചെയ്യുക? ഇൻ ടു ദ ഫോറസ്റ്റ്. എന്താണ്, ഇനി ഫോറസ്റ്റിലേക്കാണ് കേട്ടോ. എബിൻ വാക്ക്ഡ് എയിംലെസ്ലി. എബിൻ ഇങ്ങനെ നടക്കുകയാണ് അല്ലേ. ബട്ട് ഹി വാസ് നോട്ട് എഫ്രൈഡ്. പക്ഷെ അവനൊരു പേടിയുമില്ല അല്ലേ. ഹി ഹാഡ് ദ മാജിക് റിങ് വിത്ത് ഹിം. അവൻ്റെ കയ്യിൽ എന്താ ഒരു മാജിക് റിങ് ഉണ്ട് അല്ലേ. ഹി കുഡ് യൂസ് ഇറ്റ് ഇൻ നീഡ്. അവനെന്താണ്, അവനക്ക് അതിന് അത് ആവശ്യമുള്ള ടൈമിൽ എന്താണ് അത് ഉപയോഗിക്കണം അല്ലേ, ഉപയോഗിക്കാൻ കഴിഞ്ഞു. ഹി വാക്ക്ഡ് ഫോർ എ ലോങ് ടൈം. എന്താണ്, അവൻ കുറേ നേരം നടന്നു, ഒരു എയിംലെസ്ലായിട്ട് നടന്നു. ഹി വാക്ക്ഡ് ഫോർ എ ലോങ് ടൈം. അവന് കുറേ നേരം നടന്നു അല്ലേ. ഹി റീച്ച്ഡ് എ ഡെൻസ് ഫോറസ്റ്റ് വിത്ത് എ ഹ്യൂജ് ട്രീസ് ആൻഡ് ബുഷസ്. എന്താണ്, അവൻ അങ്ങനെ നടന്നിട്ട് എവിടെ എത്തിയത്, ഒരു ഫോറസ്റ്റിൽ എത്തിയില്ലേ. വലിയ മരങ്ങളും കുറ്റിക്കാടുകളും ഒക്കെ ഉള്ള വലിയൊരു ഫോറസ്റ്റിലാണ് എത്തിച്ചേർന്നിരിക്കുന്നത് അല്ലേ. ഹി ഹേർഡ് ദ ചേപ്പിംഗ് ഓഫ് ബേർഡ്സ് ആൻഡ് ദ ക്രൈസ് ഓഫ് ആനിമൽസ്. അവൻ എന്താ കേട്ടത്, ബേർഡ്സിന്റെ ചേപ്പിംഗ് അല്ലേ. ബേർഡ്സുകൾ ചെർപ്പിംഗ് എന്നറിയട്ടെ. പക്ഷികൾ ചലിക്കുന്നതിന് എന്താണ്, ചില 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 കലപില ശബ്ദങ്ങൾ ഉണ്ടാക്കൂല, അതിന് ചെർപ്പിംഗ് എന്നാട്ടാ പറയാ, ചേപ്പ്. ബേർഡ്സ് ചെറുപ്പ് കേട്ടോ, ചെറുപ്പ്. ആറവിടെ സൈലന്റ് ആയിരിക്കും, ചേപ്പ് എന്നാ പറയാ. ഓക്കെ, ചേപ്പിംഗ് ഓഫ് ബേർഡ്സ് ആൻഡ് ദ ക്രൈസ് ഓഫ് ആനിമൽസ്. ആനിമൽസിന്റെ കരച്ചിലൊക്കെ നമുക്ക് കേട്ടു അല്ലേ. സഡൻലി എ ഡിയർ ഡാർട്ടഡ് ഇൻ ഫ്രണ്ട് ഓഫ് ഹിം. എന്താണ്, പെട്ടെന്ന് ഒരു ഡിയർ എന്ന് പറഞ്ഞാൽ എന്താ, മാൻ അല്ലേ. മാൻ എന്താക്കി അവന്റെ മുന്നിലൂടെ ഒന്ന് ഒരു ഫ്ലാഷ് പോലെ അങ്ങോട്ട് പോകുന്നത് അവൻ കണ്ടു. അസ്ത്രം പോലെ ഒറ്റ സ്പീഡിൽ അവിടെ പോകുന്നത് കണ്ടു അല്ലേ. എ പാക്ക് ഓഫ് വൈൽഡ് ഡോഗ്സ് വർ ചേസിങ് ഇറ്റ്. എന്താണ്, കുറേ വൈൽഡ് ഡോഗ്സ് അല്ലേ. പാക്ക് ഓഫ് വൈൽഡ് ഡോഗ് എന്ന് പറഞ്ഞാൽ എന്താ, വൈൽഡ് ഡോഗിന്റെ ഒരു കൂട്ടം അല്ലേ. ഒരു കൂട്ടത്തിന് അവിടെ പാക്ക് ഓഫ് വൈൽഡ് ഡോഗ് നമ്മുടെ ഡോഗിന്റെ പറയാ കേട്ടോ. എ പാക്ക് ഓഫ് ഡോഗ്സ് എന്നാ പറയാ. എ പാക്ക് ഓഫ് വൈൽഡ് ഡോഗ്സ് വർ ചേസിങ് ഇറ്റ്. അതിനെന്താണ് കുറേ വൈൽഡ് ഡോഗ്സുകൾ എന്താണ് അതിനെ പിടിക്കാൻ പോവുകയാണ് അല്ലേ. അതാ കണ്ടു, ചിത്രത്തിൽ കണ്ടോ. വാട്ട് വിൽ ഹാപ്പൻ ടു ദ ഡിയർ? എന്തായിരിക്കും ഡിയറിന് സംഭവിക്കുക? വിൽ ദ വൈൽഡ് ഡോഗ്സ് ക്യാച്ച് ഇറ്റ്? വൈൽഡ് ഡോഗ്സിന് ഇതിങ്ങളെ പിടിക്കാൻ കഴിയുമോ? അതിനെ പിടിക്കാൻ കഴിയുമോ? ഡിയറിനെ പിടിക്കാൻ കഴിയുമോ വൈൽഡ് ഡോഗ്സിന്? നോക്കാം. ദ മാജിക് റിങ്, എന്താ മാന്ത്രിക മോതിരം അല്ലേ. ഇനി ഹൗ ക്യാൻ ഐ സേവ് ദ ഡിയർ? എബിൻ തോട്ട്. അപ്പോൾ എബിൻ അത് കണ്ടപ്പോൾ എബിന് വിഷമമായി അല്ലേ. അപ്പോൾ എബിൻ എന്താക്കും, എനിക്ക് എങ്ങനെ അതിനെ സേവ് ചെയ്യാൻ കഴിയും, അതിനെ രക്ഷിക്കാൻ കഴിയും? എബിൻ ചിന്തിച്ചു അല്ലേ. ഹി റിമെമ്പേർഡ് ദ മാജിക് റിങ്. അപ്പോഴാണ് എന്ത്, മാജിക് റിങ്ങിനെ കുറിച്ച് ഓർമ്മ വന്നത്. ഇതുവരെ അവന് യൂസ് ചെയ്തിട്ടില്ല അല്ലേ. അവൻ എന്താക്കി, മാജിക് റിങ്ങിനെ കുറിച്ച് ആലോചിച്ചു അല്ലേ. വിൽ ഇറ്റ് വർക്ക്? ഇത് വർക്ക് ചെയ്യാൻ നോക്കാലോ. ഹി ടുക്ക് ഇറ്റ് ഔട്ട് ഫ്രം ഹിസ് പോക്കറ്റ്. അവൻ എന്താക്കി, ആ പോക്കറ്റിൽ നിന്ന് അതുകൊണ്ട് പുറത്തേക്ക് എടുത്തു അല്ലേ. റബ്ഡ് ഇറ്റ് സോഫ്റ്റ്ലി ആൻഡ് സെഡ് സേവ് ദ ഡിയർ. എന്താക്കി, അതിന്റെ മേലെ ഇങ്ങനെ ഉരച്ചിട്ട് പറഞ്ഞ് ഡിയറിനെ സേവ് ചെയ്യാൻ അല്ലേ, ആ മാനിനെ രക്ഷിക്കാൻ പറഞ്ഞു അല്ലേ. Suddenly he noticed the trees swinging and fro അല്ലേ, swinging to and fro. പെട്ടെന്ന് അവൻ എന്താ കണ്ടു, എന്ത്, മരങ്ങളൊക്കെ എന്താണ് ഇങ്ങോട്ട് ആടി ഉലയുക അല്ലേ, ടു ആൻഡ് ഫ്രോ, മുന്നോട്ടും ബാക്കോട്ടും ആയിട്ട് ഇങ്ങനെ സ്വിങ് ചെയ്തുകൊണ്ട് നിൽക്കില്ല, ആടി ഉലഞ്ഞുകൊണ്ട് നിൽക്കുക അല്ലേ. എബിൻ ലുക്ക്ഡ് അപ്പ് അറ്റ് ദ സ്കൈ. എന്താണ്, എബിൻ എന്താ സ്കൈയിലേക്ക് ഇങ്ങനെ മേലോട്ടേക്ക് നോക്കി അല്ലേ. ഹി സോ എ ഹ്യൂജ് ക്രെയിൻ വിത്ത് വൈഡ് വിങ്സ്. അവൻ കണ്ട എന്താണ്, വലിയൊരു എന്താണ് ക്രെയിൻ അല്ലേ, എന്താണ് കൊക്ക് അല്ലേ, വലിയ അതിൻ്റെ വിറക് എന്താണ് വലിയ ചിറകും വിടർത്തി വരികയാണ് അല്ലേ.
ഇറ്റ് കെയിം നിയർ ഫ്ലട്ടറിങ് ഇറ്റ്സ് വിങ്സ്. അതെന്താണ്, അത് അതിൻ്റെ ചിറക് അടിച്ചിട്ട് അതെന്താണ്, അത് ഇങ്ങോട്ടേക്ക് ഇങ്ങനെ വരികയാണ് അല്ലേ. ഇറ്റ് ലുക്ക്ഡ് ലൈക്ക് എ വാർ പ്ലെയിൻ. എന്താണ്, അതിനെ കണ്ട എന്താണ്, ഈ യുദ്ധവിമാനം പോലെയാണ് തോന്നുന്നത് അല്ലേ. ഇറ്റ് ലിഫ്റ്റഡ് ദ ഡിയർ ആൻഡ് ഫ്ലൂ അപ്പ്. അതെന്താക്കി, ആ മാനിനെ അങ്ങോട്ട് എന്താണ് പൊക്കിയെടുത്തിട്ട് പറന്നങ്ങോട്ട് പോയി അല്ലേ. ദ സ്കെയർ ഡോഗ്സ് റാൻ ഫോർ ദെയർ ലീവ്സ്. എന്താണ്, പേടിച്ചു പോയി, ഈ ഡോഗ്സുകളൊക്കെ പേടിച്ചു പോയി അല്ലേ. ഐറ്റിങ്ങൾ ഐറ്റിങ്ങളെ ജീവനും കൊണ്ട് ഐറ്റിങ്ങൾ ഓടി രക്ഷപ്പെട്ട് ക്രെയിൻ അങ്ങനെ കണ്ടപ്പോൾ. ദ ക്രെയിൻ കെയിം ഡൗൺ അഗെയിൻ ആൻഡ് പുട്ട് ദ ഡിയർ ബാക്ക് ഇൻ ദ ബുഷസ്. അപ്പോൾ ക്രെയിൻ എന്താക്കി, പിന്നെ താഴോട്ടേക്ക് പറന്ന് വന്നിട്ട് എന്താക്കി, ആ ഡിയറിനെ ആ ബുഷസിൻ്റെ അവിടേക്ക് വെച്ചു. Wow, the magic worked. എബിൻ ക്രൈഡ് ഔട്ട്. വാവ്, ദ മാജിക് വർക്ക്. ഇത് മാജിക് റിങ് വർക്ക് ചെയ്തില്ലേ. എബിൻ ഭയങ്കര സന്തോഷം കൊണ്ട് തുള്ളി ചാടിയില്ലേ. ഹൗ ഡിഡ് ദ മാജിക് റിങ് സേവ് ദ ഡിയർ. എങ്ങനെയാണ് മാജിക് റിങ് ഡിയറിനെ സേവ് ചെയ്തത്, രക്ഷിച്ചത്? ഈ മാനിനെ എങ്ങനെയാണ് ഈ മാജിക് റിങ് രക്ഷിച്ചത്? ഡു യു ഹാവ് എനി അതർ ഐഡിയ ടു സേവ് ദ ഡിയർ. നിങ്ങൾക്ക് എന്തെങ്കിലും ഐഡിയ ഉണ്ടോ, അല്ലാതെ ഈ മാജിക് റിങ് അല്ലാതെ വേറെ എന്തെങ്കിലും രീതിയിൽ നിങ്ങൾക്ക് ഡിയറിനെ രക്ഷിക്കാൻ കഴിയുമോ? വേറെ എന്തെങ്കിലും ഐഡിയ ഉണ്ടോ? നോക്കാം, നമുക്ക് അടുത്തത് നോക്കാം എന്താണെന്നുള്ളത്. ദ മാജിക് വർക്ക്സ് അഗെയിൻ. ദ മാജിക് വർക്ക് പിന്നെയും വരികയാണ് അല്ലേ. മാജിക് പിന്നെയും എടുക്കേണ്ടി വന്ന്. എബിൻ വാക്ക്ഡ് ഓൺ. ഹി വാസ് ടയേർഡ്. എബിൻ എന്താക്കി, ഇങ്ങനെ നടക്കുകയാണ് അല്ലേ. അവൻ ഭയങ്കര ടയേർഡായിട്ടുണ്ട്, ക്ഷീണിച്ചിട്ടുണ്ട് അല്ലേ. ഹി സാറ്റ് അണ്ടർ എ ട്രീ. അവൻ എന്താക്കി, ഒരു മരത്തിന്റെ ചോട്ടിൽ ഇങ്ങനെ ഇരുന്നു അല്ലേ. ആൻഡ് സൂൺ ഫെൽ അസ്ലീപ്പ്. എന്താക്കി, ടയേർഡ് ആയിട്ടുണ്ട് അല്ലേ. അപ്പോൾ അവിടെ ഇരുന്നപ്പം തന്നെ അവൻ എന്താക്കി, ഉറങ്ങിപ്പോയി അല്ലേ. അസ്ലീപ്പ് അല്ലേ. ഫെൽ അസ്ലീപ്പ്, ഉറക്കത്തിലേക്ക് വഴുതി വീണ് അല്ലേ. ഗർ. എന്താ, എബിൻ ഹേർഡ് എ ലൗഡ് റോർ. എബിന് ഒരു ഭയങ്കര ഒച്ച കൊണ്ട് കേട്ടില്ലേ, ഗർ എന്ന് പറഞ്ഞിട്ടില്ലേ. ഇറ്റ് വാസ് എ ലയൺ. എന്താണത്, സിംഹമായിരുന്നു അല്ലേ. ഇറ്റ് ജംപ്ഡ് അപ്പ് എബിൻ. അതെന്താക്കി, എന്താണ്, എബിൻ്റെ അടുത്തേക്ക് അങ്ങോട്ട് ഒറ്റ ചാട്ടം അങ്ങോട്ട് ചാടി അല്ലേ. എബിൻ റബ്ഡ് ദ റിങ് ആൻഡ് സെഡ്. എബിൻ എന്താക്കി, ആ റിങ് അങ്ങോട്ട് റബ്ബ് ചെയ്ത് അല്ലേ. എന്നിട്ട് പറഞ്ഞ്, മാജിക് റിങ് ഹെൽപ്പ് മീ. ദ ക്രെയിൻ അപ്പിയർഡ് വൺസ് അഗെയിൻ ഇൻ ദ സ്കൈ അല്ലേ. അപ്പൊ എന്താക്കി, എബിനെ പേടിച്ച് അല്ലേ. അപ്പൊ എബിൻ എന്താക്കിയ മാജിക് റിങ് കൊണ്ട് റബ്ബ് ചെയ്തിട്ട് പറഞ്ഞില്ലേ, മാജിക് റിങ് പ്ലീസ് ഹെൽപ്പ് മീ അല്ലേ, എന്നെ ഹെൽപ്പ് ചെയ്യാൻ പറഞ്ഞില്ലേ. അപ്പൊ ക്രെയിൻ എന്താക്കി, ആ കുക്ക് സ്കൈയിൽ പിന്നെ അപ്പിയർ ആയി അല്ലേ. പിന്നെയും പ്രത്യക്ഷപ്പെട്ടില്ലേ. ഇറ്റ് ഫ്ലൂ ടുവാർഡ്സ് എബിൻ അല്ലേ. അതെന്താക്കി, എബിൻ്റെ അടുത്തേക്ക് ഇങ്ങനെ പറന്നു വന്നു. കം ഹോൾഡ് ഓൺ ടു മൈ ലെഗ്സ് ദ ക്രെയിൻ സെഡ്. അപ്പൊ ക്രെയിൻ പറഞ്ഞെന്ത്, എൻ്റെ കാലിൽ പിടിക്കുന്നു പറഞ്ഞില്ലേ. വേഗം വന്ന് എൻ്റെ കാൽമ പിടിക്കുന്നു പറഞ്ഞില്ലേ. എബിൻ ജംപ്ഡ് അപ്പ് ആൻഡ് ഹെൽഡ് ഓൺ ഇറ്റ്സ് ലെഗ്സ് ടൈറ്റ്ലി അല്ലേ. എബിൻ ചാടി എന്താക്കി, അതിൻ്റെ ലെഗിൽ ടൈറ്റാക്കി അങ്ങോട്ട് പിടിച്ചു, അതിൻ്റെ കാലിൽ ടൈറ്റാക്കി അങ്ങ് പിടിച്ചില്ലേ. ബിഫോർ ദ ലയൺ കുഡ് ഡു എനിത്തിങ് ദ ക്രെയിൻ ഫ്ലൂ ഹൈ അപ്പ് ഇൻ ടു ദ എയർ വിത്ത് എബിൻ അല്ലേ. എന്താണ്, ഈ ലയണിന് എന്തെങ്കിലും ചെയ്യാൻ കഴിയുന്ന മുന്നേ തന്നെ എന്താക്കി, ഈ എബിനെ എടുത്തിട്ട് ക്രെയിനെ എന്താണ് കൊക്ക് എന്താക്കി, പറന്നു അല്ലേ. എയറിലൂടെ അങ്ങോട്ട് പറന്നു, ഉയരത്തിൽ അങ്ങോട്ട് പറന്നു പോയി അല്ലേ. ബിഫോർ എന്ന് പറഞ്ഞാൽ മുന്നേ അല്ലേ. എന്താണ്, ദ ലയൺ കുഡ് ഡു എനിത്തിങ്, എന്തെങ്കിലും ചെയ്യാൻ കഴിയുന്നതിന് മുന്നേ തന്നെ എന്താക്കി, ഈ എബിനെ എടുത്തിട്ട് ക്രെയിൻ എന്താക്കി, ഉയരത്തിലേക്ക് അങ്ങ് പറന്നു അല്ലേ, എയറിലൂടെ. ഹൗ ഡിഡ് എബിൻ വേക്ക് അപ്പ് ഫ്രം ഹിസ് സ്ലീപ്പ്. എങ്ങനെയാണ് എബിന് അവൻ്റെ ഉറക്കത്തിൽ നിന്ന് എണീറ്റത്? ഹി ഹേർഡ് ദ ലൗഡ് വോയിസ് ഓഫ് ലയൺ അല്ലേ. ആ സൗണ്ട് കേട്ടിട്ടു. ഹൗ ഡിഡ് ദ ക്രെയിൻ ഹെൽപ്പ് എബിൻ ഫ്രം ദ ലയൺ. എങ്ങനെയാണ് ക്രെയിന് എബിനെ സഹായിച്ചത്? ലയണിൽ നിന്ന് എങ്ങനെയാണ് എബിനെ ഈ ക്രെയിന് ഹെൽപ്പ് ചെയ്തത്? ഓക്കെ, അടുത്തത് എന്താണെന്ന് നോക്കാം. ഇൻ ടു ദ വാല്യൂ ഓഫ് ഫ്രൂട്ട്സ്. എന്താണ് ഫ്രൂട്ട്സിന്റെ താഴ്വാരകൾ. ദ ക്രെയിൻ ഫ്ലൂ എബോവ് ദ ട്രീസ് ആൻഡ് ഹിൽസ്. എന്താണ്, ക്രെയിൻ ഇങ്ങനെ മരത്തിൻ്റെയും കുന്നുകളെയൊക്കെ മേലെ കൂടി ഇങ്ങനെ ഫ്ലൂ അല്ലേ, പറക്കുകയാണല്ലേ. ഫ്ലൈൻ്റെ പാസ്റ്റ് ആണ് ഫ്ലൂ കേട്ടോ. FLY ഫ്ലൈൻ്റെ പാസ്റ്റ് ഫ്ലൂ. FLEW ഫ്ലൂ എന്ന് പറഞ്ഞാൽ പറന്നു അല്ലേ. വേർ ആർ വി ഗോയിങ് എബിൻ ആസ്ക്ഡ്. അപ്പൊ എബിൻ ചോദിക്കുക, നമ്മളെവിടേക്കാണ് പോകുന്നത് എന്ന് ചോദിച്ചു അല്ലേ. ടു ദ വാല്യൂ ഓഫ് ഫ്രൂട്ട്സ് ദ ക്രെയിൻ റിപ്ലൈഡ്. എന്താണ്, ഫ്രൂട്ട്സിൻ്റെ താഴ്വാരയിലേക്കാണ് നമ്മൾ പോകുന്നതെന്ന് ദ ക്രെയിൻ റിപ്ലൈ അല്ലേ. ക്രെയിൻ പറഞ്ഞു അല്ലേ, ഈ കൊക്ക് പറഞ്ഞു. ദ ക്രെയിൻ ലാൻഡഡ് ഇൻ എ ബ്യൂട്ടിഫുൾ വാലി അല്ലേ. ഈ ക്രെയിൻ എന്താക്കിയത്, നല്ല സുന്ദരമായ ഒരു വാലിയിൽ അവിടെ ലാൻഡ് ചെയ്തു അല്ലേ, അവിടെ നിന്നു. അപ്പം താഴ്ന്ന് പറന്നിറങ്ങി അവിടേക്ക് അല്ലേ.
The trees were all loaded with fruits. അവിടെ എന്താ മരങ്ങളിലൊക്കെ നിറച്ചും ഫ്രൂട്ട്സ് ആണ് അല്ലേ, എല്ലാ മരത്തിലും നിറച്ചും ഫ്രൂട്ട്സ് ആണ് അല്ലേ. എബിൻ ആൻഡ് ദ ക്രെയിൻ സാറ്റ് ഓൺ എ റോക്ക് ആൻഡ് ate some സ്വീറ്റ് ഫ്രൂട്ട്സ്. എബിനും ക്രെയിനും എന്താക്കിയ ഒരു പാറ കഷ്ണത്തുമേലെ പാറമേൽ ഇരുന്നിട്ട് എന്താക്കി അവര് ഫ്രൂട്ട്സുകളൊക്കെ അവിടുന്ന് തിന്നു. ആർ യു ഹാപ്പി? ദ ക്രെയിൻ ആസ്ക്ഡ്. അപ്പൊ ക്രെയിൻ ചോദിച്ചു അല്ലേ, ആർ യു ഹാപ്പി, എന്താ നമുക്ക് സന്തോഷമാണോന്ന് ചോദിച്ചു അല്ലേ. നോ, എബിൻ സെഡ് ഇൻ എ സാഡ് വോയിസ്. അല്ല എന്ന് പറഞ്ഞു അല്ലേ. എബിന് ഭയങ്കര വിഷമത്തോടു കൂടി പറഞ്ഞു അല്ലേ. വൈ ആർ യു സ്റ്റിൽ ഹംഗ്രി? ദ ക്രെയിൻ ആസ്ക്ഡ് അല്ലേ. എന്തുകൊണ്ട്, നിങ്ങൾക്ക് ഇപ്പോഴും വിശക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു അല്ലേ. ക്രെയിൻ ചോദിച്ചു. ഐ വാണ്ട് ടു ഗോ ഹോം, ഐ വാണ്ട് ടു സീ മൈ മോം. എബിൻ സ്റ്റാർട്ടഡ് ക്രൈയിങ്. അപ്പൊ എന്താണ്, എനിക്ക് എൻ്റെ വീട്ടിൽ പോകണം അല്ലേ, എനിക്ക് എൻ്റെ അമ്മേനെ കാണണം എന്ന് പറഞ്ഞ് എബിന് എന്താ കരയാൻ തുടങ്ങി അല്ലേ. ഐ വാണ്ട് ടു ഗോ ഹോം, എനിക്ക് എൻ്റെ വീട്ടിൽ പോകണം. ഐ വാണ്ട് ടു സീ മൈ മോം, എൻ്റെ അമ്മേനെ എനിക്ക് കാണണം എന്ന് പറഞ്ഞിട്ട് എബിൻ എന്താക്കി കരയാൻ തുടങ്ങി അല്ലേ. ഹാവ് യു എവർ ബീൻ ടു പ്ലേസ് ഫുൾ ഓഫ് ഫ്രൂട്ട് ട്രീസ്? നിങ്ങൾ എന്തെങ്കിലും പോയിട്ടുണ്ടോ, ഈ മരങ്ങൾ നിറച്ചും ഫ്രൂട്ട്സ് ഉള്ള സ്ഥലത്ത് നിങ്ങൾ എന്തെങ്കിലും പോയിട്ടുണ്ടോ? വാട്ട് വിൽ യു ഡു ഇഫ് യു ഗോ ടു സച്ച് എ പ്ലേസ്? അങ്ങനത്തെ ഒരു സ്ഥലത്ത് പോവുകയാണെങ്കിൽ നിങ്ങൾ എന്തായിരിക്കും ചെയ്യുക? നിങ്ങൾ എന്ത് ചെയ്യും? ഈവൻ ആഫ്റ്റർ ഈറ്റിംഗ് സ്വീറ്റ് ഫ്രൂട്ട്സ് എബിൻ ഈസ് നോട്ട് ഹാപ്പി. വൈ? എന്താണ്, നല്ല സ്വീറ്റ് ആയിട്ടുള്ള ഫ്രൂട്ട്സുകളൊക്കെ കഴിച്ചിട്ടും എബിൻ എന്താണ് ഹാപ്പി ആയില്ല. എന്തായിരിക്കും കാരണം? ദ ഫ്ലൈറ്റ്. എന്താണ് നോക്കാം നമുക്ക്. ഫ്ലൈറ്റ്. ഡോണ്ട് വെറി മൈ ലിറ്റിൽ ബോയ്, ഡോണ്ട് വെറി, വിഷമിക്കേണ്ട. ഐ വിൽ ടേക്ക് യു ഹോം സൂൺ. ദ ക്രെയിൻ സെഡ്. വിഷമിക്കേണ്ട, ഞാൻ നിന്റെ വീട്ടിലേക്ക് എത്തിച്ചേരാറുന്നില്ല ക്രെയിൻ പറഞ്ഞ്. ദ ക്രെയിൻ ഫ്ലട്ടേഡ് ഹിസ് വിങ്സ് അല്ലെ, ഇറ്റ്സ് വിങ്സ്. എന്താണ്, ക്രെയിൻ എന്താക്കി അതിന്റെ വിങ്സ് പറഞ്ഞാൽ ചിറക് ഇങ്ങനെ ഫ്ലട്ടർ വിടർത്തി അല്ലെ, ചിറകിട്ടടിക്കാന്നല്ലേ അത് ചെയ്തു അല്ലെ, വിടർത്തി. എബിൻ ക്ലങ് ടു ഇറ്റ്സ് ലെഗ്സ്. എന്താക്കി, എബിൻ എന്താക്കി അതിന്റെ ലെങ്ങിൽ എന്താ തൂങ്ങിയില്ലേ, അതിന്റെ ലെഗില്, അതായത് അതിന്റെ കാലിലങ്ങോട്ട് തൂങ്ങിയില്ലേ, പിടിച്ചു. ദ ക്രെയിൻ റോസ് ഇൻ ടു ദ സ്കൈ അഗെയിൻ. അപ്പൊ ക്രെയിൻ എന്താക്കി ഉയരത്തിലേക്ക് പറന്നു അല്ലേ, ആകാശത്തേക്ക് ഒന്നും കൂടെ പറന്നു അല്ലേ. റൈസിന്റെ പാസ്റ്റ് ആണ് റോസ് കേട്ടോ. ഉയർന്ന് അല്ല, ഇതാണ് ഉയരത്തിലേക്ക് പറന്നു അല്ലേ. They flew over mountains and across valleys. അവരെന്താക്കി മലകളും വാലീസുകളും ഒക്കെ പറന്നു അല്ലെ, അതിന്റെ മേലെ കൂടിയൊക്കെ പറന്നു അല്ലെ. Now we are flying over the sea, the crane said. ഇപ്പൊ നമ്മൾ പറക്കുന്നത് സീന്റെ മേലെ കൂടിയാണ് എന്ന് പറഞ്ഞു അല്ലെ. എബിൻ looked down. എബിൻ എന്താക്കി താഴോട്ടേക്ക് നോക്കി അല്ലെ. He saw the deep blue sea. അവൻ എന്ത് കണ്ടു, നല്ല ആഴത്തിലുള്ള നീലക്കടല് കണ്ടു അല്ലെ. The waves were playing with the wind. എന്താണ്, ഈ തിരമാലകളൊക്കെ എന്താണ് വിൻഡിൽ ഇങ്ങനെ പാറി കളിക്കുകയാണ് അല്ലെ, പറന്ന് കളിക്കുന്നതിൽ തോന്നുന്നു അല്ലെ. ദ വേവ്സ് വെർ കളിക്കുകയാണ് അവർ, എന്ത് വിൻഡിന്റെ കൂട്ടത്തിൽ കളിക്കുകയാണ് അല്ലെ. ദ വേവ്സ് വെർ പ്ലേയിങ് വിത്ത് ദ വിൻഡ്. ഈ വിൻഡ് എന്താണ് ഈ വേവ്സിന്റെ കൂട്ടത്തിൽ കളിക്കുന്നുണ്ട് അല്ലെ. മൈ ഹോം എബിൻ ക്രൈഡ്. എന്റെ വീട് അല്ലെ. ദ ക്രെയിൻ ഫ്ലൂ ഡൗൺ അല്ലെ. എന്റെ വീട് എന്നും പറഞ്ഞ് എബി എന്താക്കി ഭയങ്കര സന്തോഷത്തിലായി അല്ലെ. അപ്പൊ ക്രെയിൻ എന്താക്കി താഴോട്ടേക്ക് പറന്നു. ഓക്കെ. What did Ebin see when he looked down? എബിൻ താഴോട്ട് നോക്കിയപ്പോൾ എന്താണ് കണ്ടത്? Can you say where Ebin has reached now? നിങ്ങൾക്ക് പറയാൻ പറ്റുമോ എവിടേക്കാണ് എത്തിച്ചേർന്നതെന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ എവിടെയാണ് എബിൻ എത്തിയിട്ടുള്ളതെന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? അവന്റെ വീട്ടിലാണ് അല്ലേ. അവന്റെ വീട്ടിലേക്കുള്ള ആ സ്ഥലത്താണ് എത്തിച്ചേർന്നിരിക്കുന്നത്. ഓക്കെ, നോക്കാം നമുക്ക്. റീയൂണിയൻ. എബിൻ ഹേർഡ് ദ സൗണ്ട് ഓഫ് ദ വേവ്സ്. എബിൻ എന്താക്കി വേവ്സുകളുടെ സൗണ്ട് ഒക്കെ കേട്ടില്ലേ, വേവിന്റെ സൗണ്ട് ഒക്കെ നമുക്ക് കേൾക്കുന്നതാണ് അല്ലേ, ആ സൗണ്ട് കേട്ടില്ലേ. ലുക്ക് ദാറ്റ് ഈസ് മൈ ഹോം. നോക്ക്, ഇതാണ് എൻ്റെ വീട് എന്ന് പറഞ്ഞില്ലേ. എബിൻ യെൽഡ് ഇൻ ജോയ്. എബിൻ എന്താക്കി സന്തോഷം കൊണ്ട് അങ്ങോട്ട് എന്താണ് ആർത്ത് വിളിച്ചില്ലേ. ദ ക്രെയിൻ ഓൾമോസ്റ്റ് ടച്ച്ഡ് ദ ഗ്രൗണ്ട്. എന്താണ്, ക്രെയിന് ഈ ഗ്രൗണ്ടിൽ ടച്ച് അതിൻ്റെ അടുത്തെത്തിയില്ലേ. ക്രെയിന് ടച്ച് ചെയ്യാനുള്ള ആ രീതിയിൽ എന്താ ഗ്രൗണ്ടിൻ്റെ അടുത്തെത്തിയില്ലേ. മോം എബിൻ കോൾഡ് ഔട്ട് ആൻഡ് റാൻ ടു ഹിസ് ഹോം അല്ലേ. അപ്പോൾ എബിൻ എന്താക്കി അതിൻ്റെ കാൽമന്ന് വിട്ടിട്ട് താഴത്ത് എത്തിയിട്ട് അമ്മേന്നും വിളിച്ചിട്ട് എന്താക്കി അവൻ്റെ വീട്ടിലേക്ക് ഓടിയില്ലേ. എബിൻ ടേൺ ടു സേ ഗുഡ് ബൈ ടു ദ ക്രെയിൻ. അപ്പോൾ എബിൻ എന്താക്കി ഈ ക്രെയിനിനെ എന്താണ് ഗുഡ് ബൈ പറയാൻ വേണ്ടി തിരിഞ്ഞു നോക്കിയില്ലേ. ബട്ട് ദ ക്രെയിൻ ഹാഡ് ഡിസപ്പിയർഡ് ഇൻ ദ സ്കൈ. അപ്പോഴത്തേക്കും ക്രെയിൻ എന്താക്കി സ്കൈയിൽ പോയി ഡിസപ്പിയർ ആയിട്ടുണ്ട് അല്ലേ, കാണാതായിട്ടുണ്ട്. അപ്പോഴത്തേക്കും ക്രെയിന് പോയിട്ടുണ്ട്, പറന്നു പോയിട്ടുണ്ട്. എബിൻസ് ഫാദർ ആൻഡ് മദർ കെയിം ഔട്ട്. അപ്പോൾ എന്താക്കി എബിൻ്റെ അച്ഛനും അമ്മയും പുറത്തേക്ക് വന്നു അല്ലേ. ഐ ആം സോറി മൈ ഡിയർ, വേർ യു ഫാദർ ആസ്ക്ഡ് അല്ലേ.
എന്നോട് ക്ഷമിക്കണം അല്ലേ, നീ എവിടെയായിരുന്നു എന്ന് അച്ഛൻ ചോദിച്ചു അല്ലേ. ഹഗ്ഗിങ് എബിൻ ടൈറ്റ്ലി, എബിനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് ചോദിച്ചു, ടൈറ്റായി കെട്ടിപ്പിടിച്ചുകൊണ്ട് നീ എവിടെയായിരുന്നു, എന്നോട് ക്ഷമിക്കുമെന്നും പറഞ്ഞിട്ട് അച്ഛൻ അവനെ കെട്ടിപ്പിടിച്ചു. എബിൻ വാണ്ടഡ് ടു ടെൽ ദം ഓൾ അബൌട്ട് ദ മാജിക് റിങ്. അപ്പോൾ എബിൻ എന്താണ് ഈ മാജിക് റിങ്ങിനെ കുറിച്ചിട്ടൊക്കെ പറയണമെന്നുണ്ടായിരുന്നു അല്ലേ. ദ ക്രെയിൻ, ദ ഡിയർ, ദ ലയൺ, മാജിക് റിങ്ങിനെ കുറിച്ചും ക്രെയിനെ കുറിച്ചും ഡിയറിനെ കുറിച്ചും ലയണിനെ കുറിച്ചൊക്കെ പറയണമെന്നുണ്ടായിരുന്നു അല്ലേ. ബട്ട് നത്തിങ് കെയിം ഔട്ട്, പക്ഷെ വാക്കുകളൊന്നും ഇങ്ങോട്ട് പുറത്തു വരുന്നില്ല അല്ലേ. വേർഡ് സ്റ്റോക്ക്ഡ് ഇൻ ഹിസ് ത്രോട്ട്, അവൻ്റെ തൊണ്ടയിൽ കുടുങ്ങി കിടക്കുകയാണ് വാക്കുകളൊക്കെ അല്ലേ, ഒന്നും പുറത്തേക്ക് വരുന്നില്ല അല്ലേ. അപ്പോൾ എന്താണ്, കം ഡിയർ ലെറ്റ്സ് ഗോ ഇൻസൈഡ്, വാ നീ ഇങ്ങോട്ട് വാ നമുക്ക് അകത്തേക്ക് പോകാമെന്ന് പറഞ്ഞ മദർ സൈഡ്, അമ്മ പറഞ്ഞു അല്ലേ. എബിൻ ലുക്ക്ഡ് അറ്റ് ദ സ്കൈ അഗെയിൻ, അപ്പോൾ എബിൻ എന്താക്കി ഈ സ്കൈയിലേക്ക് ഒന്നും കൂടി നോക്കി അല്ലേ. വേർ ഹാസ് ദ ക്രെയിൻ ഗോൺ, ഈ ക്രെയിൻ എവിടെ പോയിട്ടുണ്ടായിരിക്കും. എബിൻ ലുക്ക്ഡ് അപ്പ്, എബിൻ ഒന്നും കൂടി മേലോട്ട് നോക്കി അല്ലേ. ഹി സോ എ വൈറ്റ് ഫെദർ ഫ്ലോട്ടിങ് ഇൻ ദ എയർ, അപ്പോൾ അവൻ കണ്ടു എന്ത്, വൈറ്റ് ഫെദർ, വെള്ള തൂവൽ എന്താക്കുകയാണ് എയറിലൂടെ ഇങ്ങനെ പൊന്തി ഇങ്ങനെ നടക്കുന്ന അവൻ കണ്ടു അല്ലേ. എ സ്മൈൽ അപ്പിയേർഡ് ഓൺ എബിൻസ് ഫേസ്, അപ്പോൾ എന്താ ഒരു പുഞ്ചിരി അവൻ്റെ മുഖത്ത് വിരിഞ്ഞു അല്ലേ. അപ്പോൾ നമ്മളെ സ്റ്റോറി എന്താണ്, ക്വസ്റ്റ്യൻ, ഹൗ ഡിഡ് ഫാദർ റിയാക്ട് വെൻ ഹി സോ എബിൻ, എങ്ങനെയാണ് ഫാദർ റിയാക്ട് ചെയ്തത് എബിനെ കണ്ടപ്പോൾ. അടുത്ത ക്വസ്റ്റ്യൻ, വൈ കുഡ് നോട്ട് എബിൻ സേ എനിത്തിങ് അബൌട്ട് ദ മാജിക് റിംഗ്, എന്തുകൊണ്ടാണ് എബിന് ഒന്നും പറയാൻ കഴിയാഞ്ഞത്, മാജിക് റിങ്ങിനെ കുറിച്ചിട്ട് ഒന്നും പറയാൻ കഴിയാഞ്ഞത് എന്തുകൊണ്ടാണ്. വേർ ഡിഡ് ദ ക്രെയിൻ ഗോ, എവിടെയാണ് ക്രെയിൻ പോയത്, ഈ കൊക്ക് എങ്ങോട്ടാണ് പോയത്, എവിടേക്കാണ് പോയത്. വാട്ട് വുഡ് എബിൻ ഡു ഇഫ് ഹി വാണ്ടഡ് ടു സീ ദ ക്രെയിൻ അഗെയിൻ, ഇനി എബിന് എന്താണ് ഈ ക്രെയിനിനെ കാണണമെന്നുണ്ടെങ്കിൽ ഇനി അവൻ എന്താ ചെയ്യുക. അപ്പോൾ നമ്മൾ ഈ സ്റ്റോറി ഇവിടെ തീർന്ന്, ഈ സ്റ്റോറി നിങ്ങൾക്കൊക്കെ മനസ്സിലായി വിചാരിക്കുന്നു, നല്ല സ്റ്റോറി അല്ലേ. അപ്പോൾ ഇത് നിങ്ങൾ നന്നായി വായിക്കുക കേട്ടോ, ഈ ചാപ്റ്റർ നന്നായി വായിക്കുക, അമ്മേനോടൊക്കെ അമ്മേനെ അടുത്തിരുത്തിയിട്ട് നിങ്ങൾ എന്താക്കുക, നന്നായി വായിക്കുക, നിങ്ങൾ എന്നെ സ്വയം വായിക്കുക കേട്ടോ. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു, ഈ കഥ നിങ്ങൾക്ക് ഇഷ്ടമായില്ലേ. അപ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. ഓക്കെ, ബൈ, താങ്ക് യു.